ഈ കൊടുക്കുന്ന ടിക്കറ്റും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇവർക്ക് ബുക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ഈ 1700 4000 ഇവർക്ക് ബുക്ക് ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷെ ഈ ടിക്കറ്റുകളെല്ലാം 10,000, 20,000, 25,000 ബ്ലാക്കിൽ അവൈലബിൾ ആണ്. ഇപ്പൊ നിനക്ക് 10 ടിക്കറ്റ് വേണോ, 20 ടിക്കറ്റ് വേണോ, 30 ടിക്കറ്റ് വേണോ, ഈ ബ്ലാക്കിൽ അവൈലബിൾ ആണ്. സോ ഇതെല്ലാം കൊണ്ടുപോയി നിർത്തുന്നത് ആ ഒരു സ്റ്റേജിലോട്ടാണ്. ധോണിയുടെ ലാസ്റ്റ് ബിസിനസ്. ധോണി വരും, ധോണി 6 അടിക്കും. അപ്പൊ ഇതെല്ലാം കളി കാണാൻ വരുന്നവരാരാ? ഇത്രയും സ്പെൻഡ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാർ. ഇവരെന്തിനു വേണ്ടിയിട്ടാണ് വരുന്നത്? അവർ ഇൻസ്റ്റാഗ്രാംസിൽ സ്റ്റോറി ഇടാനും, അല്ലെങ്കിൽ ഈ ക്രിക്കറ്റ് മാച്ച് കാണാനോ, അല്ലെങ്കിൽ ഈ ക്രിക്കറ്റ് എൻജോയ് ചെയ്യാൻ വരുന്ന ഫാൻസ് എനിക്ക് തോന്നുന്നു അതിൽ വരുന്ന ഒരു 20% 10% ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാവരും ഇതിന്റെ ഒരു ബ്രാൻഡായിട്ട് എടുത്ത്, അല്ലെങ്കിൽ എന്താ പറയാ, അതിലൊരു പ്രിവിലേജ് തോന്നിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് തന്നെയാണ് ഈ വിക്കറ്റ് പോകുമ്പോൾ നടന്ന് നിലവിളിക്കുന്നത്. കളി ഡെഡായി കിടക്കുന്ന കളി, ലക്ഷ്യം ഔട്ടായിട്ട് സമയത്ത് ഒരു നിലവിളിക്കണം. എനിക്ക് ടീമിന്റെ ഒരു ആ കളിയിൽ ആ ടീമിന്റെ ധോണി ഇറങ്ങുമ്പോ ആ ടീമിന്റെ നില എന്ന് പറയുന്നത് പരിതാപകരമാണ്. അതിൽ കൂടുതൽ നമുക്കൊന്നും പറയാനില്ല. അത്രയ്ക്ക് പരിതാപകരമായ സിറ്റുവേഷനിലും അവർക്ക് അങ്ങനെ. അപ്പൊ അവരുടെ എന്താണ് പാഷൻ? അവർക്ക് CSK ടീമിനോട് യാതൊരുവിധ പാഷനേറ്റും ആയിട്ടുള്ള ഒരു ഫാൻസ് അല്ല അവര്.